ഡോൺ കൊളോസ് എന്ന് പേരിട്ട പ്രതിമയെ സ്വീകരിക്കാൻ തയ്യാറായി ഫ്ലോറിഡ. വെങ്കലത്തിൽ തീർത്ത പൊന്നും പാളികൾ പൊതിഞ്ഞ 2 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ട്രംപിന്റെ പ്രതിമയാണിത്. ഡോറലിലുള്ള ഗോൾഫ് ക്ലബിലാണ് പ്രതിമ സ്ഥാപിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ ദേവിക രുക്മി പറയും. അതെ, ട്രംപിനെ കുറിച്ചുള്ള ഒരു കൗതുക വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ട്രംപിന്റെ വെങ്കലത്തിൽ തീർത്ത സ്വർണ്ണപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത്. ഈ പ്രതിമ ഏകദേശം ഒരു 2 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സംഘം ക്രിപ്റ്റോ നിക്ഷേപകരാണ് $3 ലക്ഷം, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 2.7 കോടിയോളം രൂപ വരും, ആ തുക മുടക്കിയാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലോറിഡയിലെ ഒരു ഗോൾഫ് ക്ലബിലാണ് പ്രതിമ വരാൻ പോകുന്നത്. ഈ പ്രതിമയുടെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഈ പ്രതിമയിൽ കാണുന്ന ട്രംപിന്റെ രൂപം ചിലപ്പോൾ നമുക്കൊക്കെ സുപരിചിതമായിരിക്കാം. 2024 പെൻസിൽവേനിയയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ട്രംപിന്റെ ചെവിക്ക് വെടിയേറ്റിരുന്നു. ആ സമയത്ത് ട്രംപ് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രൂപമാണ് ഈ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ പ്രതിമ എന്നാണ് അനാവരണം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിമയുടെ ശില്പി ആയ അലൻ കോട്രിൽ ഒരു ബൗദ്ധിക സ്വത്തവകാശ തർക്കം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ പ്രതിമയെക്കുറിച്ചുള്ള ഒരു മീം കോയിൻ പുറത്തിറക്കിയിരുന്നു. ആ കോയിനെ ഉപയോഗിച്ചിരിക്കുന്നത് തൻ്റെ സമ്മതമില്ലാതെയാണ് ഈ പ്രതിമയുടെ രൂപം ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഈ ശില്പി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം $90,000 തുക തനിക്ക് നൽകിയില്ലെങ്കിൽ ഈ പ്രതിമ തൻ്റെ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കില്ല എന്നാണ് ഈ ശില്പി ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ തർക്കങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഡിസംബറിൽ മിയാമിയിൽ G20 ഉച്ചകോടി നടക്കാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഈ പ്രതിമ അനാവരണം ചെയ്യും എന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. മോത്തി. ശരി, ദേവിക രുക്മിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഈ പ്രതിമയുടെ വിശേഷങ്ങൾ, വിവരങ്ങളൊക്കെയാണ് പറഞ്ഞത്, അതിൻ്റെ പ്രത്യേകതകൾ, കൗതുക ഭാഗങ്ങളൊക്കെ.